അപ്പോ ഇന്ന് വിഷു അല്ലല്ലേ? എന്തായാലും ഞാനിടുന്ന ദിവസം, ഈ ഒരു വീഡിയോ ഇടുന്ന ദിവസം എന്തായാലും വിഷു ആയിരിക്കും. അപ്പോ ഇന്നലെ, അതായത് വിഷുവിന്റെ മുന്നേത്തെ ദിവസം എൻ്റെ ഉപ്പാന്റെ കസിന് അവരുടെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. രാത്രിയാണ്. അപ്പോ വിഷുവിന്റെ രാത്രി നിങ്ങൾക്ക് അറിയാലോ, ഫുൾ എന്താ പറയാ, നാട് മുഴുവൻ പടക്കം പൊട്ടുന്ന ശബ്ദം. അതിന്റെ ഇടയിൽ നമ്മളെ രാത്രി ഒരു ക്ഷണിച്ചതാ. അപ്പോ നമ്മള് പോവുക. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വീടുകളും എന്താ പറയാ, ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിന്. സംഭവം ആരും ഉറങ്ങൂലല്ലോ വിഷുവിന്റെ രാത്രി. അങ്ങനെ എന്താ പറയാ, റോട്ടിലെല്ലാം ഫുള്ള് ലൈറ്റ് ഓൺ ആക്കി വെച്ചിന്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അത്. അതിന്റെ ഇടയിൽ എൻ്റെ അനിയൻ പല നറൂട്ടോന്റെ മൂവെല്ലാം നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ റോട്ടിലെത്തി. ഏതെങ്കിലും ഷോപ്പിൽ ലൈറ്റ് ഇല്ലാണ്ട് നിങ്ങൾ കാണുന്നുണ്ടാ? എല്ലാം ഫുള്ള് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിനാ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ക്യാമറനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതൊരു മാറ്റമുണ്ട് ഇത്രയും ദിവസം വ്ളോഗ് എടുത്തതിൽ നിന്ന്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഓട്ടോയിൽ പോകുന്നെല്ലാം കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം ഇന്നും നാളെ എഡിറ്റ് ചെയ്ത് തീരൂല. കുറേ ഉണ്ടല്ലോ എൻ്റെ ക്ലിപ്സ്. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആക്കിനേനു. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട് ആ ശബ്ദം, ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അത് പടക്കം പൊട്ടുന്ന. ഇന്ന് വിഷു അല്ലേ, ഞാൻ ഇന്നാ വോയിസ് ഓവർ ചെയ്യുന്ന. പിന്നെ നമ്മൾ എന്താ പറയാ, റോട്ടിലെത്തിയപ്പോൾ അടിപൊളിയായിട്ടില്ലേ? ഇത് ഈ ക്യാമറ അപ്ഗ്രേഡ് ചെയ്തോണ്ട് ഇത്ര ഭംഗി, നല്ല കളർഫുൾ ആയിട്ട്. ഇത്രയും ദിവസം ഇത്ര രസത്തിൽ വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ ആദ്യം ഉപയോഗിച്ച ക്യാമറയിൽ നിന്നൊരു എന്താ പറയുക, പുതിയ ക്യാമറ വാങ്ങിച്ച്. അതിൻ്റെ ഭംഗിയാ, നല്ല കളർഫുൾ ആയിട്ടില്ലേ? പിന്നെ എഡിറ്റിങ്ങിൻ്റെ പവർ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മൾ പോകേണ്ട ഓട്ടോയിൽ ഇറങ്ങി സ്ഥലത്തെത്തി. നോക്കുമ്പോൾ നമ്മൾ വീട് കാണാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ട്. സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനു മുന്നേ ഓരോ വീട്ടിൽ പോയത് കുറേ വർഷം മുൻപാ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആദ്യം നമ്മൾ കുറേ തപ്പണ്ടി വന്നു. അങ്ങനെ ഈ വീട്ടിൽ പോയിട്ട് ചോദിച്ച്, നിങ്ങൾക്ക് അവരുടെ വീടറിയോ? അങ്ങനെ എൻ്റെ ഉപ്പ കണ്ടുപിടിച്ച് ഏതാ വീട്. രാത്രിയല്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. ഇതെങ്ങനെയുണ്ട് സംഭവം? നല്ല രസമില്ലേ? ചാരു കസേര നിങ്ങൾ കയറി ഇരുന്നിനാ? ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കാണുന്ന തന്നെ. എനിക്കിത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാനിതിലെന്താ പറയാ, കുറേ നേരം കയറിയിരുന്ന്. സംഭവം എനിക്ക് ആദ്യമായിട്ട് കയറുന്നുണ്ട്, ചെറിയൊരു പേടിയില്ല ഇത് വീണായിട്ടും. അതിൻ്റെ ഇടയിൽ പേടിപ്പിക്കാൻ എൻ്റെ അനിയനും ഉണ്ട്. ഇതൊരു പ്രത്യേക അനുഭവം സത്യം പറഞ്ഞല്ലേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ ചാരു കസേരയിൽ എല്ലാവരും ഇരിക്കുന്നതല്ലേ? എനിക്കിത് പ്രത്യേക അനുഭവം, കാരണം ആദ്യമായിട്ടാ. അങ്ങനെ നമ്മള് ഇതേ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ എൻ്റെ ശബ്ദം ഫുള്ള് മാറിയിരിക്കുക തണുപ്പ് പിടിച്ചിട്ട്. അതുകൊണ്ട് നല്ല ക്ഷീണത്തിലാ, ശബ്ദം ഫുള്ള് പോയിരിക്കുക. ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ചിത്രങ്ങൾ കാണുന്നില്ലേ? ഞാൻ അതും കാണിച്ചു തരാം. നല്ല രസാ. ഇത് വീടിന്റെ പുറം ഭാഗം. എന്താ പറയാ, ഇവിടെ ഒരു സംഭവം ഉണ്ട്. നമ്മളെ അറബി അക്ഷരം നല്ല എന്താ പറയാ, കാലിഗ്രഫി പോലെയല്ല ചെയ്യുന്നത് വീടിന്റെ മുൻഭാഗത്ത്. ഇതൊന്നും എൻ്റെ വീട്ടിലില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ്. പിന്നെ എൻ്റെ അനിയൻ ഉപ്പാനിട്ട് ആട്ടുന്നുണ്ട്. ഉപ്പ നല്ല എന്താ പറയാ, ചീത്തയും പറയുന്നുണ്ട് അവന വീണൊന്നും പോലെടാന്ന്. കാരണം ഈ സംഭവം കുറച്ച് പേടിയാണല്ലോ. ഉപ്പാക്ക് പിന്നെ ഇതിലിരുന്നിട്ട് ശീലമുണ്ട്. ഉപ്പാന്റെ പണ്ട് എന്താ പറയാ, ഉപ്പാന്റെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു ചെറിയ വയസ്സിൽ. അതുകൊണ്ട് ഉപ്പാക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ ഈ ചിത്രങ്ങളെല്ലാം നല്ല രസമില്ലേ? ഇതെല്ലാം ഇല്ലേ നമ്മളെ കുടുംബത്തിൽ ഒരാൾ തന്നെ ചെയ്തതാ. നല്ല രസമില്ലേ? ഫുൾ എന്താ പറയാ, ബാംബൂന്റെ എല്ലാം ഇവിടെ ആയത്തിൽ കുറിച്ച് എല്ലാം കാലിഗ്രഫിയിലെല്ലാം ചെയ്തിന്. ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, ക്യാൻവാസിൽ ചെയ്ത് വെക്കണം. എനിക്ക് ചിത്രം വരക്കാൻ അറിയാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ചെയ്യണമെന്നാ. പിന്നെ അടുക്കളയിലിരുന്ന്, അടുക്കളയിൽ കയറാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നമ്മൾ എന്താ പറയാ, വോയിസ് എല്ലാം ആരെല്ലാം വിളിച്ച് എൻ്റെ അനിയന് ഹലോ എന്നെല്ലാം പറയുന്നത്. ഇതാണ് ഈ വീടിന്റെ പ്രത്യേകത. നിങ്ങൾ ആനക്കൊമ്പ് കാണുന്നുണ്ടാ? പല ആന്റീക്ക് വസ്തുക്കളും, ഇതെല്ലാം പഴയ സംഭവങ്ങളാണ്. നല്ല രസമല്ലേ? എനിക്കിത് ഇഷ്ടപ്പെട്ട്. പിന്നെ എൻ്റെ അനിയൻ അതിൻ്റെ ഇടയിൽ അവൻ്റെ പുതിയ വാച്ചിൻ്റെ എന്താ പറയുക, റിവ്യൂ കാണിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര നോക്കിക്കൊണ്ടിരിക്കുന്ന ഓനെൻ്റെ പുതിയ വാച്ചിൽ പുതിയ മാജിക്സ് എല്ലാം എന്താ പറയുക, കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന. അങ്ങനെ ഞാൻ ഇപ്പം എന്താ പറയുക, പുതിയ വാച്ച് വാങ്ങിച്ചിനേനു. അതിങ്ങനെ എന്താ പറയുക, എൻ്റെ വാച്ചിലാണ് എൻ്റെ കണ്ണു മുഴുവൻ. സംഭവം ആളെന്തല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാത്ത പലതും എനിക്കറിയാം. എനിക്ക് എന്താ പറയുക, ഇലക്ട്രോണിക്സിലും ടെക്കിലല്ല ഇഷ്ടം, ടെക്ക് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിലും അദ്ദേഹം ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. എന്താ പറയുക, എൻ്റെ ഫോണിന് ലോക്ക് വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പതുക്കെ മുങ്ങാൻ നോക്കി. അന്നേരത്തെ എനിക്ക് ഒരു ബൾബ് എത്തി. എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടാളുടെയും വാൾപേപ്പർ മൂണിൻ്റെ ചിത്രമാക്കി മാറ്റാൻ പറ്റും. രണ്ടും മൂണിൻ്റെ ചിത്ര.
ഓൻ്റെത് ഓണാക്കുമ്പോൾ എൻ്റെ ഓഫാവും, എൻ്റെ ഓണാക്കുമ്പോൾ ഓൻ്റെ ഓഫാവും. അങ്ങനെ അദ്ദേഹം രണ്ടും മാച്ചാണെന്ന് കാണിക്കാനുള്ള കഷ്ടപ്പാടില്ല. അങ്ങനെ അവസാനം മാച്ചായി ഓൻ്റെ അതിൻ്റെ സന്തോഷം അദ്ദേഹത്തിന് മുഖത്ത്. രണ്ടാളതും മാച്ചാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരു സിനിമാറ്റിക് വീഡിയോ എല്ലാം എടുത്തു. നല്ല രസമില്ല? ഇതാൻ്റെ പുതിയ ഫോണിൻ്റെ പ്രത്യേകത. ക്യാമറ നല്ല ഗൈസ്, ഫോണാ നല്ല രസമില്ല. ഫോണിനെ കുറിച്ച് ഞാൻ റിവ്യൂ ഇട്ടുതരാം. എൻ്റെ അനിയൻ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, നറൂട്ടോൻ്റെ മൂവെല്ലാം കളിക്കുന്നുണ്ട്. ഓനിപ്പോൾ ഫുള്ള് തലമറിച്ച് നറൂട്ടോവാ. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഗൈസ് നമ്മളെ മൂട് പോക്കാനായിട്ട് മഴ പെയ്തത്. രാത്രിയല്ലേ, വിഷു ആണ്, എങ്ങനെ വണ്ടി കിട്ടാനാ? അതിൻ്റെ ഇടയിൽ കുറച്ച് കഷ്ടപ്പെട്ടുവല്ലോ മഴയത്ത്. എൻ്റെ എന്താ പറയുക, വിഷമങ്ങളെല്ലാം പറയുന്ന മഴ പെയ്തിട്ടുള്ള അതിൻ്റെ ഇടയിലുള്ള. എങ്ങനെ രാത്രി വണ്ടി കിട്ടാനാ? അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ സംഭവം എന്താ, എൻ്റെ കണ്ണു മുഴുവൻ ചാരുവസരമല്ല സംഭവം എൻ്റെ വീട്ടിലില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ സംസാരം ഉണ്ടാവല്ലോ, കുറേ കുടുംബങ്ങൾ ഒത്തുചേരുമ്പോൾ കുറേ കള സംസാരങ്ങൾ. ഞാനതെല്ലാം വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന. ഞാൻ പിന്നെ ആ ചാരുകസേരമ തന്നെ പോയിരുന്നു. ഈ ദിവസം ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് എന്താ പറയുക, വിഷു മാത്രമായിരിക്കില്ല ഈ വീഡിയോ ഇടുന്ന ദിവസം. ഞാൻ പറഞ്ഞതായിരുന്നു പറഞ്ഞാൽ. പിന്നെ നമ്മൾ മേലയിൽ കയറി. ഞാൻ അവരുടെ വീട്ടിൻ്റെ മേലയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഒരെന്താ പറയുക, വലിയൊരു ഊഞ്ഞാല് പോലത്തെ സംഭവമുണ്ട്. ഇത് കണ്ട എൻ്റെ അനിയനോ എന്താ പറയുക, എൻ്റെ ഉപ്പാൻ്റെ കസിൻ്റെ മോനും കൂടിയുള്ള കുരുത്തക്കേടുകളാണ് ഇതെല്ലാം. ഓൻ്റെ തലയിൽ എന്തെല്ലാം ഇട്ട് ഓനെ കൊന്നുകൊണ്ടിരിക്കുക എൻ്റെ അനിയൻ. അവിടെ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട്. രണ്ടും കയറി ഇരുന്നിട്ട് സ്കേറ്റിംഗ് ബോർഡ് മേലിട്ട് എന്തെല്ലോ കളിച്ചോണ്ടിരിക്കുന്ന. ഇത് കാണുമ്പോൾ വീഡിയോ റിവേഴ്സ് ആക്കിയാന്ന് തോന്നുന്നു. സംഭവം അവിടെ പോയിട്ട് എന്താ പറയുക, ചുമരും വലുതാക്കിയിട്ട് തിരിച്ചു വരുന്ന. എൻ്റെ അനിയൻ അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഇല്ല. ഫുള്ള് സ്കേറ്റിംഗ് ബോർഡ് ഓൻ്റെ അടുത്തില്ല, എനിക്ക് വാങ്ങിച്ചു കൊടുക്കില്ല. കാരണം സംഭവം എന്താ പറയുക, അവൻ വീണ് കൊടുക്കുന്നുള്ള പേടിയാ. ഇവൻ്റെ അടുത്ത് സ്കേറ്റിംഗ് ബോർഡ് കണ്ടപ്പോൾ എൻ്റെ അനിയൻ മുഴുവൻ അതിൻ്റെ മുകളിലാണ്. പിന്നെ ഞാനാണെങ്കിൽ എന്താ പറയുക, ഊഞ്ഞാലിൻ്റെ മുകളിലാണ്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം വീണ് കൊടുക്കുകയും ചെയ്തു. അതൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിന്. പിന്നെ ഓന് റയാന് എന്താ പറയുക, ഫ്ലാറ്റായി, നല്ല ക്ഷീണത്തിലേനു ഓനായി ഊഞ്ഞാലുമൊക്കെ കിടന്ന്. അതിൻ്റെ ഇടയിൽ ഉമ്മ ആരെയോ വിളിച്ചോണ്ടിരിക്കുന്നു. ഉപ്പ് ഒടുക്കത്തെ സീരിയസ് മൂഡിലുള്ളത്. ഞാൻ രണ്ടാളെയും കൂളാക്കി മാറ്റി. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതെന്ന് പറഞ്ഞാല് രണ്ടാളുടെയും എന്താ പറയാ 18ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. രണ്ടാളും എന്താ പറയുക, കല്യാണം കഴിച്ചിട്ട് 18 വർഷമായി. വിഷു ആണ്, അതുപോലെ തന്നെ ആ ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. ഞാൻ രണ്ടിനെയും കൂളാക്കി ഇരുത്തി. എന്തെല്ലോ തിരക്കിലല്ല ഉമ്മയുപ്പയും. ഒരിക്കലും എന്താ പറയാ, ഇതിനൊന്നും സമയം കണ്ടെത്തലേ ഇല്ല. ഓരോ വെഡിങ് ആനിവേഴ്സറി ഒന്നുമില്ല, ഒന്നും ആഘോഷിക്കലൊന്നുമില്ല. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു രണ്ടിനെയും എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്യിപ്പിക്കണം എന്ന്. ഉമ്മ അപ്പോഴും ആരും വിളിച്ചോണ്ടിരിക്കുന്ന. കുറേ കാലത്തിന് ശേഷം നമ്മളെ എന്താ പറയുക, അമ്മായിനെ കാണുന്നത്. നമ്മളെ വോയിസ് എന്താ പറയുക, വീഡിയോ കോളിൽ ആ ഒരു ഇതില്ല. രണ്ടാളും എന്തെല്ലോ സംസാരിക്കുന്നേനു. അതിൻ്റെ ഇടയിൽ പിന്നെയും മഴ പെയ്ത്. മഴ കുറച്ച് നേരത്തേക്ക് നിർത്തിനേനു. ഇതാ പിന്നെയും മഴ പെയ്ത്. എൻ്റെ അനിയനെ എന്താ പറയുക, ഈ സാധനത്തിൽ ഇട്ടാട്ട് നമ്മളെ ചാരുകസേരയിൽ. എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഞാൻ വിചാരിച്ച് പേടിപ്പിച്ചൊന്നും എനിക്ക് വലിയ പേടിയൊന്നുമില്ല. പിന്നെ ഇൻവേർട്ടർ കേടായി. ആഹാ നല്ല രസം, കറണ്ടും പോയി. വെരി നൈസ്. അതുപോട്ടെ. പിന്നെ നമ്മൾ കുറച്ച് നേരം ലൈറ്റ് വെച്ച് കളിച്ച്, വേറെ വഴിയില്ലല്ലോ. പിന്നെ നമുക്ക് ഭാഗ്യത്തിന് വിഷുവിൻ്റെ ദിവസം ഓട്ടോ കിട്ടി. നമ്മളങ്ങനെ എന്താ പറയുക, ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാം. അതിൻ്റെ ഇടയിൽ റോഡെല്ലാം ഫുൾ എന്താ പറയുക, മഴ പെയ്ത് നനഞ്ഞ്. പിന്നെ ഇത് നല്ല രസമല്ലേ ക്യാമറ? എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നത് ക്യാമറ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇട്ടോ ഏതാ ക്യാമറ എന്നുള്ളത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അടിപൊളിയാ. നിങ്ങളായിട്ടും വല്ല വ്ളോഗിങ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറ സൂപ്പറാ. പിന്നെ ഇത് എന്താ പറയുക, നൈറ്റ് അല്ലേ, എന്നിട്ട് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് ഈ ക്യാമറയിൽ. പിന്നെ അതിൻ്റെ ഇടയിലുണ്ട് എന്താ പറയുക, പോലീസ് നമ്മൾ വരുന്ന വഴിക്ക്. പിന്നെ ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ കഥന്റെ ഭാഗമാണല്ലോ. പിന്നെ വീഡിയോ എടുക്കാൻ കഴിയോ? ഞാൻ എല്ലാം എടുത്ത് വീഡിയോയിലിട്ട്. എന്താ സംഭവം എന്നറിയില്ല, ആരെല്ലോ നിർത്തിയിട്ട് പൊരിക്കുന്നുണ്ട് പോലീസ്. ഈ ക്യാമറ ഇല്ലേ, വലിയ ക്യാമറ, അതിനേക്കാളും എത്രയോ നല്ലതില്ല എൻ്റെ അഭിപ്രായത്തിൽ. ഫോൺ കൊണ്ട് വീഡിയോ എടുക്കുന്നത് തന്നെയാ. ഞാൻ ഏതാ ഫോൺ എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാം. ഓക്കെ, താഴെ കമന്റ് ബോക്സിൽ ഇട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എത്തി. നമ്മളെ വീട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താ. അപ്പം റെയിൽവേ സ്റ്റേഷൻ ഫുൾ പുതുക്കി പണിഞ്ഞിന്. ഞാൻ കാണിച്ചു തരാം. റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് പുതുക്കി പണിഞ്ഞിന്. അത് ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാക്കിന്. എന്താ പറയുക, നമ്മളെ എന്താ പറയുക, ഇതില്ലേ പുല്ലോ എന്താ പറയുക, പുതിയ ചെടികളുണ്ടല്ലോ ഭംഗി അലങ്കരിച്ചിട്ട്. ഇതാ കാണിച്ചു തരാം. മാഹി എന്നല്ല ഇതിന് ചെടികളുണ്ട്. നിങ്ങൾ
മാഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പൊ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാറ്റങ്ങൾ. ഫുൾ ആദ്യം ഇങ്ങനെ ഒന്നല്ല, ഒരു ഭംഗിയില്ല. ഇനി ഇപ്പൊ എന്താ പറയാ, ലൈറ്റ് കൊണ്ടല്ല അലങ്കരിച്ച്. ഇതാ ബോർഡ് മാഹി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഇതാണ് നമ്മൾ എന്താ പറയാ സമാധാനത്തിന്റെ സ്ഥലം. അതായത് വീട്ടിലെത്തി എന്നുള്ള ചിന്തയാ ഈ ഒരു സ്റ്റേഷൻ കാണുമ്പോൾ. എൻ്റെ വീടിൻ്റെ അടുത്താ. അങ്ങനെ വീട് വീട് എന്താ പറയാ കുറച്ചുള്ളിലേക്കാ. അപ്പം നമ്മൾ നടക്കുക. രാത്രിയിലും നല്ല ക്ലിയർലി ഈ ഫോണിൻ്റെ ക്യാമറ അടിപൊളിയായിട്ടില്ലേ. പിന്നെ എൻ്റെ അനിയൻ ഇപ്പോഴും നറൂട്ടോ ഇത് മോഡിലാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. പിന്നെ ഓൻ്റെ നടത്തം കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. ഓൻ്റെ നടത്തങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ വീഡിയോ ഇന്നും നാളും തീരൂല. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡാക്കിന്. അതിൻ്റെ ഇടയിൽ ഓന് ഫുൾ എക്സൈറ്റ്മെൻ്റ് ഇല്ല. ഓൻ്റെ അതേ വയസ്സുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടീനെ തന്നെ എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടി. നമ്മളിപ്പാൻ്റെ കസിൻ്റെ മോന് ആ ഒരു സന്തോഷത്തിലാണ്. പിന്നെ എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. രാത്രിയല്ലേ പോയത്. അപ്പം ബാക്കി അടുത്ത വീഡിയോയിൽ. ബൈ.